ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ. ഇന്ന് ഞാൻ വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. കുറച്ച് നല്ല മെഡിസിൻ പ്ലാന്റ്സുകളായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് കാണുന്നത് ബിരിയാണി ഇലയാണ്. ഇത് ബിരിയാണിയിൽ ഇടുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടും. ബിരിയാണിയിൽ മാത്രമല്ല ഇടുക, നമുക്ക് ഫുഡുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ചന മസാല, ഇങ്ങനെ കടലക്കറി, അതുപോലെയുള്ള ഏത് ചിക്കൻ വിഭവം, മട്ടൻ വിഭവം, ഏത് വിഭവങ്ങളിലും ഇത് ഒരു തണ്ട് എടുത്തിട്ട് ഒരു ലീഫ് എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഇടാവുന്നതാണ്. നല്ല രുചിയും മണമായിരിക്കും. ഇനി അടുത്തത് കാണിക്കുന്നതാണ് കരി ഇഞ്ചി എന്ന് പറയുന്നത്. ഈ കരി ഇഞ്ചി നല്ല ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ്. അത്യപൂർവമായിട്ടാണ് ഇതൊക്കെ കിട്ടുള്ളൂ. ഇതൊക്കെ നല്ല എന്താ പറയുക, അത്രയും ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ഇത് തരുന്നത്. ഓർമ്മശക്തിക്ക് നല്ലതാണ് ഇത്. നമ്മൾ തടി കുറയ്ക്കുന്നവർക്ക് നല്ലതാണ്. ബോഡി ബിൽഡപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് നല്ലതാണ്. അതേപോലെ ഒത്തിരി ഒത്തിരി ബെനിഫിറ്റുള്ളൊരു ഇതാണ് കരിയിഞ്ചി എന്ന് പറയുന്നത്. കരിയിഞ്ചി ഇത് നമ്മൾ എടുത്ത് മുറിച്ച് കഴിയുമ്പോൾ അത് ശരിക്ക് ബ്ലാക്ക് കളർ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ കരിയിഞ്ചി എന്നുള്ളത് പറയണത്. ഇതിന് എണ്ണിയാൽ തീരാത്ത അത്രയും ഇതിന് ഔഷധ ഗുണമുള്ളതാണ്. മാർക്കറ്റിലൊക്കെ ഇതിൻ്റെ കിഴങ്ങിന് നല്ല വില ഉള്ളതാണ് ഉള്ള ഒരു പ്ലാന്റ്സാണ് കരിയിഞ്ചി. പിന്നെ ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്നതാണ് കരിമഞ്ഞൾ എന്ന് പറയുന്നത്. കരിമഞ്ഞളുടെ ഔഷധ ഗുണം ഈ പറയുന്ന പോലെ തന്നെയാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് കരിമഞ്ഞൾ. കരിമഞ്ഞളിൻ്റെ കിഴങ്ങെടുത്തിട്ട് നമുക്ക് നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾക്ക് അരച്ച് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കതൊന്ന് മാറ്റം വരുന്നതാണ്. ഇതും മാർക്കറ്റിൽ നല്ല വില ഉള്ളൊരു പ്ലാന്റ്സാണ്. ഇത് ആസ്മ, അലർജി, തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾക്ക്, ദഹനക്കുറവിന്, അതിനെല്ലാം പറ്റുന്ന ഒരു ഇതാണ് കരിമഞ്ഞൾ. അതേ കൂടാതെ നമ്മുടെ വീട്ടിലെ ഐശ്വര്യത്തിന് ഏറ്റവും നല്ലതാണ്. ഇതൊരു ചട്ടിയിലാക്കി വളർത്തി വീടിൻ്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതേപോലെ അമ്പലങ്ങളിലൊക്കെ പൂജാതി കർമ്മങ്ങൾക്കും ഇതൊരു ഈ മഞ്ഞൾ കരിമഞ്ഞൾ എടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ഉള്ളതും കൊണ്ടാണല്ലോ അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ ഇവിടേക്ക് എടുക്കുമെന്ന് അറിയില്ല, നോർത്തിലേക്കൊക്കെ ഇത് അതിവിശിഷ്ടമായിട്ടുള്ളൊരു മഞ്ഞളാണ്. അപ്പോൾ ഈ മഞ്ഞളും ഞാൻ ഈ കാണിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊന്ന് വാങ്ങിച്ചിട്ട് വയ്ക്കുക. കഴിയുന്നതും നടാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. വീട്ടിലെ ഐശ്വര്യത്തിന് നല്ലതാണ്. ഈ ഒരു മഞ്ഞളിൽ നിന്ന് ഒരുപാട് ഔഷധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കരിമഞ്ഞളിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഒരുപാട് ഗുണങ്ങൾ നമുക്ക് തരുന്നതാണ് കരിമഞ്ഞൾ. പിന്നെ ഇനി അടുത്തത് നമ്മൾ കാണുന്നതാണ് കസ്തൂരി മഞ്ഞൾ. ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇതാണ്. ഇത് വന്നിട്ട് ഇതിൻ്റെ കളറ് മഞ്ഞ കളറല്ല, ഒരു ക്രീം കളറാണ്. ഇതാണ് കസ്തൂരി മഞ്ഞൾ. വർധനയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്പം കസ്തൂരി മഞ്ഞൾ എടുക്കുക. ഈ മഞ്ഞൾ തന്നെ എടുക്കണം. അതിൽ അല്പം പാൽ ആഡ് ചെയ്യുക. അല്പം തേനും ആഡ് ചെയ്തിട്ട് മുഖത്ത് ഇടുക. നല്ല ഗ്ലോ കിട്ടും മുഖത്തിന്. ഇനി അടുത്ത് കാണിക്കുന്നത് ഇതാണ് നമ്മുടെ തായ് ഇഞ്ചി എന്ന് പറയുന്നത്. തായ് ഇത് ഇവിടെ പറയുന്നത് അതിനെ ഗലാങ്കൻ എന്നും കൂടെ അതിനെ പറയുന്നുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തായ് ഫുഡിൽ അവർക്ക് ഇത് മസ്റ്റായിട്ട് ഉപയോഗിക്കുന്നൊരു ഇഞ്ചിയാണ് ഇത്. ഈ ഇഞ്ചി നല്ല ഫ്ലേവറാണ് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമുക്ക് എല്ലാറ്റിനും ഉപയോഗിക്കാം. നമ്മുടെ ഉണ്ടാക്കുന്ന എല്ലാ കറികളിലും ഇത് നമുക്ക് ഇടാവുന്നതാണ്. അതിനൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ് ഈ ഇഞ്ചി കൊടുക്കുന്നത്. നല്ല മണവും നല്ലൊരു ടേസ്റ്റുള്ളൊരു മണമായിരിക്കും. നമുക്ക് കഴിക്കാൻ തോന്നുന്ന ആ മണം എടുത്ത് കാണിക്കും കറികളിലൊക്കെ. അത്രയും നല്ലൊരു ഇതൊക്കെ പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ, നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതൊക്കെ ഈ ഇഞ്ചി നമുക്ക് ചേർക്കാവുന്നതാണ്. ഈ ഇഞ്ചിക്ക് മാർക്കറ്റിൽ നല്ല വില ഉള്ളൊരു ഇതാണ്. ഇതൊക്കെ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇത് സൂപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ. ഇനി അടുത്തത് കാണിക്കുന്നതാണ് കയ്യോന്നി എന്ന് പറയുന്ന ചെടി. ഭൃംഗരാജ, നീലി ഭൃംഗാതി എന്നൊക്കെ പറയുന്ന ചെടി ആണ് ഇത്. അപ്പോൾ ഈ പ്ലാന്റ്സുകളൊക്കെ നമ്മുടെ അടുത്ത് സെയിലിനായിട്ടുണ്ട്. ഇതിൻ്റെ ചില പ്ലാന്റ്സുകളെല്ലാം നമ്മൾ 80 റുപ്പീസിലാണ് കൊടുക്കുന്നത്. വളരെ ചീപ്പ് റേറ്റിന് തന്നെയാണ് ഇപ്രാവശ്യവും ഞാൻ സെയിലിട്ടിരിക്കുന്നത്. ചില 1-2 റയറായിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. അതിന് മാത്രം ഒരു സ്വല്പം ഒന്ന് കൂടുതൽ വരുന്നതാണ്. അത് മാർക്കറ്റിലും അങ്ങനെയാണ് അതിൻ്റെ വില നിൽക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രാവശ്യത്തെ സെയിൽ വീഡിയോ. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടുന്നതാണ്. പിന്നെ ഈ നീലിഭൃംഗാതിയുടെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ. നിങ്ങൾ ഡൈ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ എണ്ണ ഉപയോഗിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഡൈ ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളത് ഒരു ഔഷധ ചെടിയും കൂടെയാണ് ഈ
നീലി ഭൃങ്ങാതി എന്ന് പറയുന്ന, കയ്യൂന്നി എന്ന് പറയുന്നതും ഭൃംഗരാജ എന്ന് പറയുന്ന ചെടിയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഭൃംഗരാജ ചെടീനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും ഇത് വാങ്ങിച്ചിട്ട് വീട്ടിൽ ഓരോ ചെടിയെങ്കിലും വീട്ടിൽ നട്ടു വളർത്താൻ ശ്രമിക്കുക.